ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എലിസബത്ത് ബത്തോറിയുമായിട്ടാണ്. കന്യകകളുടെ രക്തം കുടിച്ച് പച്ചമാംസം ഭക്ഷിച്ചു, എല്ലാം നിത്യയൗവനത്തിനു വേണ്ടി. മനുഷ്യരെ പച്ചയ്ക്ക് വെട്ടിമുറിക്കുക, തുണ്ടം തുണ്ടമാക്കി വേവിച്ച് ഭക്ഷിക്കുക, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതും ഒരു സ്ത്രീക്ക്. അത്തരം ആശങ്കകളൊക്കെ ഇപ്പോഴും വെച്ചു പുലർത്തുന്നവരുണ്ടെങ്കിൽ അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ നീച ജന്മങ്ങളുണ്ട് ഈ ലോകത്ത്. അന്ധവിശ്വാസവും നരബലിയും പോലും തോറ്റു പിന്മാറുന്ന ക്രൂരതയുടെ കറുത്ത കഥയിലെ നായികമാർ ഒന്നല്ല, കയ്യിൽ ചോരക്കറയുമായി അവിശ്വസനീയതയുടെ മേലങ്കിയുമായി ഒരുപാട് പേരുണ്ടങ്ങനെ ഈ ലോകമെങ്ങും. ആഭിചാരവും ക്രൂരതയും കൊണ്ടെഴുതിയ അവരുടെ സ്തോഭജനകമായ ഇരുണ്ട കഥകളിലൂടെ ഒരു യാത്ര പോവാം. ലോകത്തിലെ ഏറ്റവും ക്രൂര എന്ന വിശേഷണത്തോടെ ഗിന്നസ് ബുക്കിൽ ഇടം നേറിയ ബത്തോറി അഥവാ ലേഡി ഡ്രാക്കുളയിൽ നിന്നും തന്നെ നമുക്ക് കഥ തുടങ്ങാം. കൗണ്ടസ് എലിസബത്ത് ബത്തോറി, ബ്ലഡി കൗണ്ടസ്, ബ്ലഡി ഡ്രാക്കുള, ലേഡി ഡ്രാക്കുള. ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ഗിന്നസ് ബുക്ക് ചിത്രീകരിച്ച സ്ത്രീയാണ് കൗണ്ടസ് എലിസബത്ത് ബത്തോറി. ബ്ലഡി കൗണ്ടസ്, ബ്ലഡി ഡ്രാക്കുള, ലേഡി ഡ്രാക്കുള എന്ന പേരിലൊക്കെയാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. 1561 ഫംഗറിയിലാണ് എലിസബത്ത് ജനിച്ചത്. ആ കാലഘട്ടത്തിലെ ഫംഗറിയിലെ ഭരണാധികാരികൾ വളരെ കർക്കശക്കാരായിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരെ വളരെ ഭയമായിരുന്നു. അത്രമേൽ കഠിനമായ ശിക്ഷാമുറകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് എലിസബത്ത് വളർന്നു വരുന്നത്. അവിടുത്തെ ആദ്യ ഭാഷകളായ ഫ്രഞ്ച്, ഗ്രീക്ക്, ലാറ്റിൻ എന്നിവയിൽ നിപുണയായിരുന്നു ബത്തോറി. വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് അന്ധവിശ്വാസിയാകില്ലെന്ന് സാരം. 15-ാമത്തെ വയസ്സിലാണ് ഇവരുടെ വിവാഹം. ഹംഗേറിയൻ പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഫെറൻസ് നഡാഗ്നിയായിരുന്നു അവരുടെ ഭർത്താവ്. ഭർത്താവ് തന്നേക്കാൾ താഴ്ന്ന കുടുംബമായതിനാൽ വിവാഹശേഷം ഭർത്താവിൻ്റെ കുടുംബപ്പേര് ഭാര്യയുടെ പേരിനൊപ്പം ചേർക്കുക എന്ന മാമൂലുകൾക്ക് അവർ തയ്യാറായില്ല. ഭർത്താവ് ഹംഗേറിയൻ കുടുംബത്തിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ചീഫ് കമാൻഡറായി ഓട്ടോമൻ യുദ്ധത്തിന് പോയപ്പോൾ എലിസബത്ത് ബിസിനസ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 48-ാമത്തെ വയസ്സിലാണ് നഡാഗ്നി അന്തരിച്ചത്. 29 വർഷത്തെ ദാമ്പത്യം അങ്ങനെ അവസാനിച്ചു. ഇവരുടെ ക്രൂരതകളുടെ തുടക്കം. ഓട്ടോമനുമായിട്ടുള്ള യുദ്ധം ഏകദേശം 10 വർഷത്തോളം നീണ്ടുനിന്നിരുന്നു. വലിയ ഉത്തരവാദിത്വങ്ങളും സ്വാഭാവികമായും എലിസബത്തിൻ്റെ ചുമലിലായി. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ. സമ്മർദ്ദം ഒരാളുടെ ജീവിതത്തെ അടിമുടി എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എലിസബത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരെ അകാല വാർദ്ധക്യം പിടികൂടി. ഇതവരെ മാനസികമായി തളർത്തി. ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാവുന്നില്ലെന്ന അപകർഷതാബോധം അവരുടെ മനസ്സിനെ വരിച്ചു തുടങ്ങി. എലിസബത്തിന് 43 വയസ്സുള്ളപ്പോഴാണ് ഭർത്താവ് അന്തരിക്കുന്നത്. ജീവിതത്തോടുള്ള ആസക്തി എലിസബത്തിൽ സ്ഥായിയായിരുന്നതിനാൽ വാർദ്ധക്യത്തിൻ്റെ വരവ് അവർക്ക് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. ലോകം കണ്ട വലിയ ക്രൂരതകളിലേക്കുള്ള ചവിട്ടുപടിയായാണ് ആ ആസക്തിയായ. ഒരിക്കൽ മുടി ചീകുന്നതിനിടയിൽ വേദനിച്ചതിൻ്റെ പേരിൽ അവർ പരിചാരകയെ മർദ്ദിച്ചു. ദേഹം മുറിഞ്ഞ പരിചാരകയുടെ രക്തം എലിസബത്തിൻ്റെ ശരീരത്തിലും പറ്റി. പിറ്റേന്ന് ഉറക്കമുണർന്നപ്പോൾ ചോര പറ്റിയ ശരീരഭാഗത്തിന് യുവത്വം തിരിച്ചു കിട്ടിയതുപോലെ അവർക്ക് തോന്നി. തൻ്റെ സംശയത്തിന് ഉത്തരം തിരഞ്ഞ് അവരെത്തിയത് പണ്ഡിതരുടെ അടുത്തേക്കാണ്. അന്ധവിശ്വാസത്തിൻ്റെ വിൽപ്പനക്കാരായ പണ്ഡിതരുടെ അടുത്തേക്ക്. എലിസബത്തിനുള്ളിലെ ക്രിമിനലിനെ പൊടി തട്ടിയെടുത്തതും ചോര കൊണ്ട് യൗവനം വീണ്ടെടുക്കാമെന്ന ഇവരുടെ മൂഢവിശ്വാസത്തെ ബലപ്പെടുത്തിയെടുത്തതും ആ കൂടിക്കാഴ്ചകളായിരുന്നു. പിന്നെ കണ്ടത് യുവത്വം വീണ്ടെടുക്കാനുള്ള എലിസബത്തിൻ്റെ രക്തക്കുരുതികളുടെ തേരോട്ടമാണ്. വിശ്വസ്തരായ പരിചാരകരെയും പട്ടാളക്കാരെയും ഉപയോഗിച്ച് അവർ
കന്യകകളെ കണ്ടെത്തി. കന്യകകളുടെ തല വെട്ടിയും ചോര കുടിച്ചും അവരുടെ രക്തത്തിൽ കുളിച്ചും യൗവനം എങ്ങനെയും വീണ്ടെടുക്കണമെന്ന ആവേശത്തോടെ അവർ കൊലകൾ തുടർന്നു. കൊലപ്പെടുത്തിയവരുടെ മാംസം എലിസബത്ത് പച്ചയ്ക്ക് കഴിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ചർമ്മത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതായി അവർക്ക് തോന്നിയില്ല. എലിസബത്ത് നിരാശയായി. വീണ്ടും തൻ്റെ വിശ്വസ്ത പണ്ഡിതരുമായി അവർ കൂടിക്കാഴ്ച നടത്തി. അവർ എലിസബത്തിൻ്റെ മനസ്സിൽ അടുത്ത ക്രൂരതയുടെ വിത്ത് പാകി. രാജകുടുംബത്തിൽപ്പെട്ട നിങ്ങൾ സാധാരണ കുടുംബത്തിൽപ്പെട്ട കന്യകകളെയല്ല, അതേ രാജകുടുംബത്തിലെ കന്യകകളുടെ രക്തം തന്നെ ചർമ്മത്തിൽ പുരട്ടണമെന്നായിരുന്നു അത്. പക്ഷെ സാധാരണക്കാരായ കന്യകമാരെ കടത്തിക്കൊണ്ടുവരുന്നത്ര എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. അതിനും അവർ വഴി കണ്ടെത്തി. രാജകുടുംബത്തിലെ അവിഹിത സന്തതികളായ പെൺകുട്ടികളെ ദത്തെടുക്കുക. മറ്റൊന്ന്, നല്ല നടപ്പ് പഠിപ്പിക്കാനായി അവരുടെ അടുത്തയക്കുന്ന പെൺകുട്ടികളെ വകവരുത്തുക. മകളെ തിരഞ്ഞു വരുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ നുണക്കഥകൾ വിശ്വസനീയമായ രീതിയിൽ അവർ അവതരിപ്പിക്കും. ആഭരണങ്ങൾ കൈക്കലാക്കുന്നതിനു വേണ്ടി പെൺകുട്ടികൾ പരസ്പരം പോരടിച്ചുവെന്നും കൊല്ലപ്പെട്ടുവെന്നും ആത്മഹത്യ ചെയ്തുവെന്നും മഹാമാരി പിടിപെട്ട് മരണപ്പെട്ടുവെന്നു തുടങ്ങി കഥകൾക്ക് പഞ്ഞമുണ്ടായിരുന്നില്ല. പക്ഷേ കുറഞ്ഞ കാലയളവിൽ എലിസബത്തിന് അടുക്കലെത്തുന്ന പെൺകുട്ടികൾ അപ്രത്യക്ഷരാകുന്നതിൽ സ്വാഭാവികമായും നാട്ടിൽ സംശയമുയർന്നു. ജനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരം തുടങ്ങി. ചിലർ രഹസ്യമായി അന്വേഷണവും തുടങ്ങി. പക്ഷേ രാജകുടുംബാംഗം എന്ന സവിശേഷാധികാരം അവരെ സംരക്ഷിച്ചു പോന്നു. ദുർമന്ത്രവാദികളെ ക്ഷണിച്ചു വരുത്തി ആഭിചാരക്രിയകൾക്ക് ശേഷമാണ് അവർ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയിരുന്നത്. കുടുംബത്തിന് ദുർമന്ത്രവാദ ചരിത്രം ഉണ്ടായിരുന്നതായും കഥകളുണ്ട്. കുട്ടിക്കാലത്ത് എലിസബത്തിന് അപസ്മാരമുണ്ടായിരുന്നു. ഇത് ശമിപ്പിക്കാനാണ് അപസ്മാരമില്ലാത്ത ഒരാളുടെ ചുടുചോര അപസ്മാരം വരുമ്പോൾ ഇവരുടെ ചുണ്ടിൽ പുരട്ടാറുണ്ടായിരുന്നു അത്രേ. ഇതുകൊണ്ട് വളർന്ന കൗണ്ടസ് ഇത്തരം ക്രൂരതകൾ ആവർത്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിടിയിലാക്കിയ ക്രൂരത എന്നാൽ ഒരു രാത്രി പതിവ് ക്രിയയ്ക്ക് ശേഷം രാവിലെ പെൺകുട്ടിയുടെ ശരീരം മറവ് ചെയ്യാമെന്ന ധാരണയിൽ മൃതദേഹം ഇവർ കൊലപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ ഉപേക്ഷിച്ചു. ഇത് കണ്ടെത്തിയ നാട്ടുകാർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നുവെന്നും അതല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് നേരിട്ട് കണ്ടെത്തുകയായിരുന്നുവെന്നും രണ്ട് കഥകളുണ്ട്. ക്രൂരമായി കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ അഴുകിയ ശരീരങ്ങൾ ഇവരുടെ കൊട്ടാരത്തിൽ ആ സമയത്ത് കണ്ടെത്തിയിരുന്നത്രേ. എലിസബത്ത് സാത്താനെ ആരാധിച്ചിരുന്നുവെന്നും മൃതദേഹങ്ങൾ ഭക്ഷിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട്. 1610 ഇവരെ 4 പരിചാരകരോടൊപ്പം അറസ്റ്റ് ചെയ്തു. കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെ പേരുകൾ ഇവർ തൻ്റെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. അതിൽ 650 പേരുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല. എലിസബത്തിനൊപ്പം പിടിയിലായ 4 പേർ വധിക്കപ്പെട്ടു. ഇവരെ രാജകുടുംബാംഗമായതിനാൽ വധശിക്ഷയ്ക്ക് വിധിച്ചില്ല. മറിച്ച് വീട്ടുതടങ്കലിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത്. രാജകുടുംബത്തിൻ്റെ പേരിന് കോട്ടം തട്ടാതിരിക്കാൻ വിചാരണ പോലും അതീവ രഹസ്യമായാണ് നടത്തിയത്. പുറത്തേക്കുള്ള ജനലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ട കൊട്ടാരത്തിലെ ഒരു ഇടുങ്ങിയ മുറിയിലായിരുന്നു ഇവരുടെ അവസാന നാളുകൾ. 1614 ഓഗസ്റ്റ് 21 കാവലാളോട് എൻ്റെ കൈകൾ മരവിക്കുന്നുവെന്ന് പറഞ്ഞ എലിസബത്തിനെ പിറ്റേന്ന് ദിവസം മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. അവരുടെ മരണശേഷം 100 വർഷം അവരുടെ പേര് ഉച്ചരിക്കുന്നത് പോലും ഹംഗറിയിൽ നിരോധിക്കപ്പെട്ടു. പള്ളിയിലെ സെമിത്തേരിയിലാണ് എലിസബത്തിനെ ആദ്യം അടക്കം ചെയ്തെങ്കിലും ജനരോഷത്തെ തുടർന്ന് അവിടെ നിന്ന് നീക്കം ചെയ്തു. ഇതിൻ്റെ സത്യവും മിഥ്യയും അനുമാനങ്ങളും. ചരിത്രം ഹിസ്റ്ററിയാണ്. അതിനാൽ തന്നെ എത്രത്തോളം കൃത്രിമത്വം അതിലുണ്ടെന്ന് വ്യക്തമല്ല. പലതും മിഥ്യയും അനുമാനങ്ങളുമാണ്. അതിലൊന്നാണ് രക്തം കൊണ്ടുള്ള അവരുടെ സ്നാനം.
ദ്രാവകാവസ്ഥയിലുള്ള രക്തം കണ്ടുപിടിക്കാൻ എത്ര സമയം വേണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എലിസബത്തിൻ്റെ ഭർത്താവ് നടാഗ്നിയും ഇത്തരം മൃഗീയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി പറയുന്നുണ്ട്. യുദ്ധവീരനായ അയാൾ തൻ്റെ മുന്നിൽ കീഴടങ്ങിയവരെ കൊലപ്പെടുത്തി കമ്പിൽ കോർത്തുകൊണ്ട് ആഘോഷിച്ചിരുന്നുവെന്ന് രേഖകൾ പറയുന്നു. സ്വത്തിനു വേണ്ടിയുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടാണ് ഇത്തരം കൃത്യങ്ങൾ ചെയ്തിരുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ ബത്തോറിയുടെ കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിപ്പെട്ടിരുന്നത് ലുഥേറൻ മിനിസ്റ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയും പ്രൊട്ടസ്റ്ററായ ബത്തോറിലെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളിൽ കുടുക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, അന്നത്തെ ഭരണാധികാരികൾ ക്രൂരതയുടെ ആൾരൂപങ്ങളായിരുന്നു. പരിചാരകരെ പോലും മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിൽ ഉപദ്രവിച്ചിരുന്നു. മാത്രമല്ല, അന്ധവിശ്വാസങ്ങളെയും ആഭിചാരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ചരിത്രവുമുണ്ട്. എന്തായാലും ലോകം കണ്ടതിൽ വെച്ച് ക്രൂരയായ സ്ത്രീയുടെ കൊടും ക്രൂരതകൾ ഇന്നും അവിടെയുള്ള ആളുകൾ ഓർത്തു പോകുന്നുണ്ട്.